ഒരു കാലഘട്ടത്തിനല്ല, വിവാഹം നടക്കുന്ന മുഴുവനും ഈ വാഹനത്തിൽ വധുവരന്മാരെ അനയിച്ച ഒരു രഥം എന്ന് വേണം പറയാം. അപ്പൊ നമ്മൾ ഈ അംബാസഡർ ചെയ്തപ്പോ ഇതിൽ എന്തൊക്കെയാണ് പ്രത്യേകതകളുള്ളത്? ഈ അംബാസഡർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബോണറ്റിന്റെ പ്രത്യേകത. അതിന്റെ ആ ഒരു കെർവുകൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബോണറ്റ് അതുപോലെ തന്നെ ഇവിടത്തെ ബോണറ്റിന്റെ സ്റ്റോപ്പർ വിജാഗിരി അത് അലുമിനിയം. ഇത് അലുമിനിയത്തിൽ ചെയ്തിരിക്കുന്നത്. അലുമിനിയാണ്. ഇത് അലുമിനിയാണ്. ഇത് അലുമിനിയാണ്. ഈ ഫ്രണ്ടിലത്തെ ഈ ആ ഒരു വാല് പോലത്തെ സംഭവം അലുമിനിയാണ്. അലുമിനിയാണ്. അതുപോലെ തന്നെ ഈ ഹോണെല്ലാം അലുമിനിയാണ്. ഹോൺ അലുമിനിയാണ്. അത് പിന്നെ ഗ്രില്ലും നമ്മള് കോപ്പറിലാണ് ചെയ്തിരിക്കുന്നത്. അതെ, അത് ആ ഗ്രില്ല് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലേ? പിന്നെ നമ്മളെ ഹെഡ്ലൈറ്റ്, പിന്നെ ഇതിന്റെ ഈ എംബ്ലം അത് നമ്മൾ ചെയ്തിരിക്കുന്നത് അലുമിനിയത്തിൽ ചെയ്തിരിക്കുന്ന. പിന്നെ ഇതിന്റെ ഹെഡ്ലൈറ്റില് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സംഭവമാണ് ബ്ലാക്ക് ഡോട്ട് അല്ലേ? പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു ഈ ബ്ലാക്ക് ഡോട്ട് ഇല്ലാത്ത വണ്ടികൾക്കൊക്കെ ഫൈൻ അടിച്ചു കൊടുത്തിരുന്നു അല്ലേ? ഉണ്ടെന്ന് തോന്നുന്നു. മിക്ക വണ്ടികളിലുണ്ട് പഴയത്. അതെ, ഇടക്കാലം കൊണ്ട് പകുതി ഭാഗത്ത് ഇങ്ങനെ വരയായിരുന്നു. പകുതി ഭാഗം ബ്ലാക്ക് ആയിരുന്നു. അത് ബാക്കി ഭാഗമായിരുന്നു വെള്ളമായിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഈ ഹോണുണ്ട്. പിന്നെ മഞ്ഞ ലൈറ്റ്, ആ ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ എടുത്തു പറയാനുള്ള ഒരു സാധനം ബമ്പറിൽ ഈ റബ്ബർ. ഈ റബ്ബർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ബമ്പറിന് മേലെ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനമായിരുന്നു അല്ലെ? അതുപോലെ തന്നെ ഈ നമ്പർ പ്ലേറ്റ് ഇങ്ങനെ തള്ളി അടിയിലേക്ക് നിൽക്കും. അത് കഴിഞ്ഞിട്ടുമുണ്ട് ഈ ബോഡിയുടെ ബമ്പറിന്റെ താഴെ ഒരു ബോഡിയുടെ പാർട്ട് ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്കിന് ഈ നമ്മളെ സൈഡിൽ കൂടെ അതിന് ചെറിയൊരു പ്രൊജക്ഷൻ വെച്ചിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് ഇത് പണിതെടുക്കുക എന്ന് പറഞ്ഞാൽ അന്ന് പാച്ച് വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ ഇതിനകത്ത് വെൽഡ് ചെയ്തിട്ട് ഗ്രീസ് ഇറക്കുവാന്ന. അത് മാത്രമല്ല, ഞാൻ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചൊരു കാര്യം തന്നെ, നോക്കിയ സുഹൃത്തുക്കളെ, ഈ ഡോർമ വന്നിട്ടുള്ള ആ ഒരു ഇവിടെ ഒരു കുറവുണ്ട്. അതെ, ആ ഡോറിന് വന്നിട്ടുള്ള കെർവ് അത് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് അല്ലേ? അതൊക്കെ അങ്ങനെയുള്ള ഈ ഡീറ്റെയിൽ മാത്രമാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകതകൾ പറയാന്ന് പറഞ്ഞാൽ ഈ ടൈപ്പാണ് ഇതിന്റെ പെട്രോൾ ടാങ്കിന്റെ അടപ്പ് എപ്പോഴും. അതെ, ഒരു റബ്ബറിന്റെ ബുഷ് ആയിരിക്കും അല്ലെ? ഒരു റബ്ബറിന്റെ ടോപ്പ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് സിറിഞ്ചിന്റെ അടിഭാഗമാണ് കണ്ടപ്പോ എനിക്ക് തോന്നി. അപ്പൊ അത് കണ്ടുപിടിക്കാം. പിന്നെ ഈ കറക്റ്റ് ഈ വര, ഈ വര നമ്മളെ ഡിക്കിനോട് ചേർന്ന് വരുന്ന വര അല്ലെ? അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടൊരു വന്നിട്ടാണ് ഈ ഇൻഡിക്കേറ്റർ വരുന്നത്. ഡിക്കി കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ആ മേളിൽ ഷെയ്ഡ് ഉണ്ട്. അതെ, ഒരു അലുമിനിയത്തിന്റെ, അതായത് നമ്മളെ നമ്പർ പ്ലേറ്റ് ഒക്കെ വരുന്നത് ഒരു അലുമിനിയത്തിന്റെ അല്ലെങ്കിൽ സ്റ്റീലിന്റെ ഒരു ഇതുണ്ടായിരിക്കും അല്ലെ? പിന്നെ നമ്മളുടെ ഈ സ്റ്റോപ്പ് ലൈറ്റ് അല്ലെ? ഇത്രയും വലിയ സ്റ്റോപ്പ് ലൈറ്റ്. അതെ, അത് ഈ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ, അല്ല മറ്റൊരു വണ്ടിക്ക് വേണ്ടി ഇത്രയും പ്രത്യേകത ഇല്ല. അത് നമ്മളൊക്കെ മനസ്സിൽ ഇന്നും എന്നും നിലനിൽക്കുന്ന ഒരു വാഹനം അല്ലേ? അപ്പൊ ഇത് ഒക്കെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ തയ്യാറാണോ? നമ്മൾ ഓർഡർ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഇതുപോലെ പഴയ വാഹനങ്ങളോ ഇനി പുതിയ വാഹനങ്ങളോ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും ഇവരെ പോലുള്ള ആളുകളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളുടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് വാങ്ങിക്കാൻ ഇതുപോലെ ഒരെണ്ണം ചെയ്തെടുക്കാനും ആഗ്രഹിക്കുന്നവർക്ക് നമ്മളെ രാജീവേട്ടനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോന്റെ കൂടെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ മറ്റൊരു വ്യത്യസ്ത വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.